4 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. പടവലത്തിൻ്റെ വള്ളി തന്നെ അതിൻ്റെ കായുള്ള പൂവിൻ്റെ മുകളിൽ ഇങ്ങനെ വരിഞ്ഞു മുറുക്കി അടയാളം ഇപ്പോഴും അവിടെ കാണാനുണ്ട്. ആ വള്ളി വരിഞ്ഞ അടയാളം കാണുന്നില്ലേ? വരിഞ്ഞു മുറുക്കിയിട്ട് ഈ കുഞ്ഞ് പടവലത്തിനെ ഏകദേശം ഞെരുക്കിയ പോലെയായിരുന്നു. ആ വള്ളി ഞാൻ മാറ്റി കൊടുത്തു. എന്നിട്ട് ആർട്ടിഫിഷ്യൽ പോളിനേഷനും ചെയ്തു കൊടുത്തു. അപ്പോൾ 4 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഭാഗ്യത്തിന് ഒന്നും പറ്റിയിട്ടില്ല. ആ വരിഞ്ഞ ഭാഗം അങ്ങനെ തന്നെ ഉണ്ട്, പക്ഷെ എന്നാലും കൊഴിഞ്ഞു പോയിട്ടില്ല, വാടിയിട്ടുമില്ല. അപ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ട് ഇതൊരു പക്ഷേ ഒരു പടവലങ്ങയായിട്ട് വരുന്നു. ഇപ്പോൾ കുറച്ച് ആഴ്ചകളായിട്ട് പടവലങ്ങ ഒന്നും ഉണ്ടാവണില്ല. ധാരാളം കായുള്ള പൂക്കൾ ഉണ്ടാവുന്നുണ്ട്, എല്ലാം കൊഴിഞ്ഞു പോകും. അപ്പോൾ ഇത് ഏതായാലും ഇത്രയും മെനക്കെട്ട സ്ഥിതിക്ക് ഇതൊരു കൂടുതൽ താല്പര്യമുണ്ട്. ഇന്നിപ്പോൾ വേറൊരു പൂവ് ഇതിൻ്റെ അടുത്ത് കണ്ടിരുന്നു, കായുള്ള പൂവ്. അപ്പോൾ അതിനും ഞാൻ അതേപോലെ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ചെയ്തു കൊടുത്തു. ഇനി അത് വളരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതൊരു കൗതുകമായിട്ട് തോന്നുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. പടവലത്തിൻ്റെ വള്ളി അതിൻ്റെ തന്നെ കായുള്ള പൂവിൻ്റെ മുകളിൽ ചുറ്റി വരിഞ്ഞ് ചാല് പോലെയാക്കി വെച്ചിരിക്കുക. അല്ലെങ്കിൽ തന്നെ ഇവിടെ കായ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വല്ലപ്പോഴൊക്കെ ഒരു പടവലങ്ങ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആ പടവലങ്ങ ആയിട്ട് വരുമോ അതോ അത് കേടായി പോകുമെന്നൊന്നും അറിയില്ല. ഒരു വലിയ അത്ഭുതമായിട്ട് തോന്നി. എന്തായാലും വളരെ ശ്രദ്ധയോടെ ആ വള്ളി അഴിച്ചെടുത്തു. എന്നിട്ട് ഇവിടെ വരിഞ്ഞു മുറിക്കാൻ മാതിരി അടയാളവും കണ്ടു അതിൻ്റെ മുകളിൽ. ഏതായാലും അത്രയും മെനക്കെട്ട സ്ഥിതിക്ക് ഒരു ആർട്ടിഫിഷ്യൽ പോളിനേഷൻ കൂടി ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. വേറൊരു കായില്ലാത്ത പൂവ് അപ്പുറത്തുണ്ടായിരുന്നു, അത് കട്ട് ചെയ്തെടുത്ത് ആ പോളൻ അവിടെ ഉരസി കൊടുത്തു. അപ്പോൾ ഒരു റെക്കമെൻഡഡ് മെത്തേഡാണ് ഈ പറയുന്നത്. അതായത് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ പടവലങ്ങ അധികം ഉണ്ടാവണില്ലെങ്കിൽ